ഒരു മരണം ഒരു വീട്ടിൽ ഏൽപ്പിക്കുന്ന ആഘാതം അത് വളരെ വലുതാണ്, വേദനാജനകമാണ്, ഭാരമാണ്. ഒരു വലിയ പഠനം തന്നെ വരുത്തിയിട്ടുണ്ട്. അയാളുടെ പഠനത്തിൽ പറയുന്നത് സെമിത്തേരിയിൽ കൊണ്ടുപോയി വെച്ച ആ വ്യക്തിയുടെ ആത്മാവ് ബോധമില്ല, പക്ഷേ അവിടെ ഉണ്ട് എന്നാണ് അയാളുടെ പഠനം. കഴിഞ്ഞ ദിവസം എൻ്റെ ഇളയ മകള് പറഞ്ഞു, അടുക്കളയിൽ ആ സ്ത്രീ വന്നിരിക്കുന്നു. അമ്മച്ചി ഇങ്ങോട്ട് നോക്കിക്കേ, അപ്പച്ചാ നോക്കിക്കേ, മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ അടുത്തിരുന്ന് ആര് കരയും നമുക്ക് വേണ്ടി? ഒരു ദൈവമകളുടെ ജീവിതം ഈ മണ്ണോടുകൂടെ അവസാനിക്കുന്നില്ല, മറിച്ച് നിത്യം നിലനിൽക്കുന്നൊരു ജീവിതമാണ്. വീട്ടിൽ നിന്ന് ആരെങ്കിലും മരിച്ചു, എത്ര നാൾ പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി? ചിലർ ചിന്തിക്കും അതൊരു കടമയാണ്, അതൊരു എൻ്റെ ഔദാര്യമാണ്. അല്ല, നിന്റെ അപ്പന് വേണ്ടി, നിന്റെ അമ്മയ്ക്ക് വേണ്ടി, മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നിന്റെ കടമയാണ്. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും എന്റെ ബലിയാണ് നാഥ, ബലിയൻ നാഥ, തിരുസന്നിധിയിൽ രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ഈ ഭൂമിയിൽ നമുക്കെല്ലാവർക്കും ഉറപ്പുള്ള ഏക കാര്യം എന്ന് പറയുന്നത് മരണമാണ്. നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. വേറെ ഒരു കാര്യവും നമുക്കുറപ്പില്ല. പക്ഷേ ഈ ഒരു കാര്യം നല്ല ഉറപ്പാണ്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാവരും ഒരു ദിവസം മരിക്കും. മരണമെന്നുള്ളത് വലിയ ഒരു യാഥാർത്ഥ്യമാണ്. ജീവിതത്തിൽ ആരുടെയെങ്കിലുമൊക്കെ മരണം നേരിട്ട് കണ്ടിട്ടുള്ളവർ ഒന്ന് കൈപൊക്കാവോ? ജീവിതത്തിൽ ആരുടെയെങ്കിലും മരണം നേരിട്ട് കണ്ടിട്ടുള്ളവർ? കുറേ അധികം പേര് മരണം നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്, കൈതാത്താം. ബാക്കിയുള്ള എല്ലാവരും തന്നെ ആരുടെയെങ്കിലുമൊക്കെ ശവസംസ്കാരത്തിലെങ്കിലും പങ്കെടുത്തിട്ടുണ്ടാവും. ഒരു മരണം ഒരു വീട്ടിൽ ഏൽപ്പിക്കുന്ന ആഘാതം അത് വളരെ വലുതാണ്, വേദനാജനകമാണ്, ഭാരമാണ്. പ്രിയപ്പെട്ടവരുടെ മരണത്തിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാതെ വലിയ ഭാരത്തിൽ കഴിയുന്നവരെ നമ്മൾ കാണാറുണ്ട്. മരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ ഭാരം വരുത്തി വയ്ക്കുന്നു. ഇപ്രകാരമുള്ള ഈ മരണകരമായ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ മരിച്ചയാൾക്ക് എന്ത് സംഭവിക്കുന്നു? മരിച്ചയാൾക്ക് എന്ത് സംഭവിക്കുന്നു? മരിച്ചയാളെ നമ്മൾ എന്ത് ചെയ്യും? സെമിത്തേരിയിൽ കൊണ്ടുപോയി കുഴിച്ചിടും. ഇപ്പം ചോദ്യം, ഇയാൾക്ക് എന്തു പിന്നീട് സംഭവിക്കുന്നു? ഈ ഒരു ചോദ്യം നമ്മൾ മാത്രമല്ല, ലോകത്ത് ഒത്തിരി മനുഷ്യർ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന വലിയൊരു തത്വശാസ്ത്രജ്ഞൻ ഈ വിഷയത്തെക്കുറിച്ച് അവഗാഹമായി ചിന്തിച്ച് അയാൾ ഒരു വലിയ പഠനം തന്നെ വരുത്തിയിട്ടുണ്ട്. അയാളുടെ പഠനത്തിൽ പറയുന്നത് സെമിത്തേരിയിൽ കൊണ്ടുപോയി വെച്ച ആ വ്യക്തിയുടെ ആത്മാവ് ബോധമില്ല, പക്ഷേ അവിടെ ഉണ്ട് എന്നാണ് അയാളുടെ പഠനം. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പഠനത്തിന് വിരുദ്ധമായിട്ട് കാൽവിൻ എന്ന് പറയുന്ന ഒരാൾ രംഗത്ത് വന്നിട്ട് പറഞ്ഞു, ബോധമില്ലാതെയല്ല, ബോധത്തോടുകൂടെ തന്നെ സെമിത്തേരിയിൽ ഉണ്ടെന്നാണ് അയാളുടെ പഠനം. അതിനെ കാൽവിനിസം എന്ന് പറയും. നമ്മളിതിനെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ നാട്ടിലും നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും ഇത്തരത്തിലുള്ള അനേകം ചിന്തകളും ധാരണകളുമൊക്കെ ഉണ്ട്. കഥകളും ഉപകഥകളുമൊക്കെ നമ്മുടെയൊക്കെ നാട്ടിലുമുണ്ട്, ഇല്ലേ? അതുകൊണ്ടാണ് വെള്ളിയാഴ്ചകളിൽ പാലമരച്ചോട്ടിൽ നിന്ന്
വെള്ള സാരിയൊക്കെ ഉടുത്ത് അല്ലേ പാട്ടൊക്കെ പാടി വരുന്ന യക്ഷിയുടെയും ഗന്ധർവൻ്റെയും അങ്ങനെ തുടങ്ങി ഇഷ്ടംപോലെ പ്രേതഭൂതാത്മാക്കളെ കുറിച്ചൊക്കെയുള്ള കഥകളും ഉപകഥകളും ഒക്കെ നമ്മുടെ നാട്ടിലുമുണ്ട്, നമ്മുടെയൊക്കെ നാട്ടിലുണ്ട്. അനേക സിനിമകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അറിയാതെ പലരുടെയും ഉള്ളിൽ ചിന്തകൾ വരുന്നത് ഇതൊക്കെ ശരിയാണ് എന്നറിയാതെ ചിന്തിച്ചു പോകും. ഈ കഴിഞ്ഞിടയ്ക്ക് പ്രാർത്ഥിക്കാൻ വന്ന ഒരു വല്യമ്മച്ചി, അധിക പ്രായമൊന്നുമല്ല, പക്ഷേ ആ കുടുംബത്തിൽ മക്കളുണ്ട്, കൊച്ചുമക്കളൊക്കെ ഉണ്ട്. ഈ അമ്മയാണ് ആ വീടിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അമ്മ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു കുടുംബം, അതൊരു മറ്റൊരു മതത്തിൽപ്പെട്ടൊരു കുടുംബമാണ്. ആ കുടുംബത്തിലെ ഒരു സ്ത്രീ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മുഴുവൻ ഞങ്ങളെ പലതരത്തിൽ ദ്രോഹിച്ചു കൊണ്ടിരുന്നൊരു സ്ത്രീയാണ്. പലതരത്തിൽ ദ്രോഹിച്ചു. എന്നിട്ട് കുറേ നാളുകൾക്ക് മുമ്പ് ആ സ്ത്രീ മരിച്ചു. അതോടുകൂടെ ശല്യം തീർന്നുവെന്നാണ് ഞങ്ങൾ കരുതിയത്. എന്നാൽ അങ്ങനെയല്ല അച്ഛാ. ഞാൻ പറഞ്ഞു, പിന്നെ എന്തു പറ്റി? അച്ഛാ, കഴിഞ്ഞ ദിവസം എൻ്റെ ഇളയ മകള് പറഞ്ഞു, അടുക്കളയിൽ ആ സ്ത്രീ വന്നിരിക്കുന്നു. അടുക്കളയിൽ ആ സ്ത്രീ വന്നിരിക്കുന്നത് കണ്ടത്രേ. ഞാൻ ചോദിച്ചു, അമ്മച്ചി കണ്ടോ? ഞാൻ കണ്ടില്ല, പക്ഷെ മകള് കണ്ടു. അച്ഛാ, അത് മാത്രമല്ല അച്ഛാ, വൈകുന്നേരങ്ങളിൽ അച്ഛാ വരാന്തേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഞാൻ ചേച്ചി കണ്ടോ? ഞാനല്ലെന്ന്, വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ കണ്ടെന്നാ പറയണേ. എൻ്റെ അച്ഛാ എന്ത് ചെയ്യും? അവള് പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുവല്ലേ, പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു. അച്ഛാ എന്ത് ചെയ്യും? എന്ത് ശത്രു സംഹാര പൂജ നടത്തിയാണ് നമുക്ക് അവളെ ഒന്ന് ബന്ധിക്കാൻ പറ്റുന്നത്? സത്യക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ സങ്കടമാണ് ഈ പറഞ്ഞത്. ഞാനിത് പറയുമ്പോൾ ഈ കേൾക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ ചില ചിന്തകളും ഓർമ്മകളും ഒക്കെ കടന്നു വരുന്നുണ്ടാവും. മരിച്ചയാൾക്ക് എന്തു സംഭവിക്കുന്നു? അയാൾ ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ വരുമോ? പ്രേതമായും ഭൂതമായും ഒക്കെ വരുന്നുണ്ടോ? ചില സിനിമയിലെ കഥാപാത്രങ്ങളെ പോലെ കള്ളിയാങ്കാട്ട് നീലിയൊക്കെ ആയിട്ട് വീണ്ടും വരുന്നുണ്ടോ? മോക്ഷം കിട്ടാതെ അലയുന്നുണ്ടോ? ഇതൊക്കെയാണ് ചോദ്യം. വിശുദ്ധ ഗ്രന്ഥം ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു? ഇന്ന് നമ്മൾ വായിച്ച തിരുവചന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25-ാം തിരുവചനം പറയുന്നു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരിച്ചാലും ജീവിക്കും. അതെന്തുവാ അത്? മരിച്ചാൽ എങ്ങനെ ഒരാൾ ജീവിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനോട് ചേരുന്നൊരു വ്യക്തിയുടെ ശരീരം മണ്ണോട് മണ്ണായിട്ട് അടിഞ്ഞു തീർന്നാലും ആ വ്യക്തിയുടെ ആത്മാവ് നിത്യം നിലനിൽക്കുന്നു. അതിനെ നമ്മൾ ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ എന്നാണ് പഠിപ്പിക്കുന്നത്. ഒരു ദൈവമകളുടെ ജീവിതം ഈ മണ്ണോടുകൂടെ അവസാനിക്കുന്നില്ല, മറിച്ച് നിത്യം നിലനിൽക്കുന്നൊരു ജീവിതമാണ്. അതുകൊണ്ടാണ് നമ്മൾ പള്ളിയിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്നതും. എന്താണ് ആഗ്രഹം? നമുക്ക് സ്വർഗത്തിൽ പോകണം. ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം നമുക്ക് നിലനിൽക്കുന്ന മറ്റ് ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതുകൊണ്ട് നന്മ ചെയ്യണം, പ്രാർത്ഥിക്കണം, ദൈവത്തോടും ദൈവകാര്യങ്ങളോടും ബന്ധമുണ്ടാവണം. കത്തോലിക്ക സഭ അതുകൊണ്ട് ഈ സഭയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, 3 സഭകളുടെ കൂട്ടായ്മയാണ് തിരുസഭ. അതായത് ഈ 3 സഭകൾ, ലത്തീൻ റീത്ത്, സീറോ മലബാർ, സീറോ മലങ്കര. ഇതാണോ? അല്ല, അത് റീത്തുകളാണ്. പിന്നെ ഏതാണ് 3 സഭകൾ? ഒന്നാമത്തത് വിജയസഭ, വിജയം വരിച്ചവരുടെ സഭ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ളവരെ കുറിച്ചാണ് പ്രതിപാദം. ഈ ഭൂമിയിൽ ലോക ചിന്തകളെയും ഈ ലോക പാപവാസനകളെയും അതിജീവിച്ച് വിജയം വരിച്ചവർ ചേർന്നിരിക്കുന്ന വിജയസഭ, വിജയം വരിച്ചവരുടെ സഭ. പറഞ്ഞേ, വിജയസഭ. വിജയസഭ. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഈ കൂട്ടായ്മയിൽ ചേരണമെന്നാണ്. പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? പുണ്യവാന്മാരുടെ ഐക്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗണത്തോട് ചേർന്ന് സാക്ഷികളുടെ വലിയൊരു കൂട്ടം സ്വർഗത്തിൽ
രണ്ടാമത്തെ സഭയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് സമരസഭ എന്നാണ്. സമരസഭ എന്ന് പറഞ്ഞാൽ ആരാണാവോ സമരസഭ? ആരാ സമരസഭ? സമരസഭ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും സമരത്തിലാണ്, സമരസഭയിലാണ്. ഈ ഭൂമിയിൽ നമ്മൾ എന്നും ഒരു യുദ്ധത്തിലാണ്. ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? ആരോടാണ് സമരം ചെയ്യുന്നത്? സമരങ്ങളൊക്കെ നമുക്ക് വളരെ പരിചയമുണ്ട്. രാപകൽ സമരം അല്ലേ, ആശാവർക്കർമാരുടെ സമരം, സെക്രട്ടേറിയറ്റ് പഠിക്കൽ, ഉപരോധം, അങ്ങനെ ഇഷ്ടം പോലെ സമരങ്ങളൊക്കെ ഉണ്ട്. ഈ സമരം ആരോടാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന സമരം എന്ന് പറയുന്നത് എന്തിനോടാണ്? ഈ ലോകം, പാപം, പൈശാചിക ശക്തികളോട് നമ്മൾ എതിർക്കുകയാണ്. അതുകൊണ്ടാണ് കുമ്പസാരത്തിൽ നമ്മൾ പാപങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ചെല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതേത് പ്രാർത്ഥനയാ? മനസ്താപ പ്രകരണം എന്ന പ്രാർത്ഥന. മനസ്താപ പ്രകരണത്തിൻ്റെ പ്രാർത്ഥനയുടെ അവസാന പാദത്തിൽ നമ്മൾ ചൊല്ലുന്നത് എന്താണെന്നറിയാവോ? ഇനി ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ ഞാൻ മരിക്കാനും തയ്യാറാണ്. ഇനി ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ ഞാൻ മരിക്കാൻ തയ്യാറാണെന്ന്. ഞാൻ മരിക്കാം എന്ന് പറഞ്ഞാൽ അത്രമേൽ സമരമുഖത്താണ് നമ്മൾ. അപ്പോൾ ഒന്നാമത്തെ സഭ ഏതാണ്? വിജയസഭ. രണ്ടാമത്തത് ഏതാ? സമരസഭ. മൂന്നാമത്തതുണ്ട്, അതേതാ? സഹനസഭ, സഹിക്കുന്നവരുടെ സഭ. അതേതാണാവോ? ശുദ്ധീകരണ ആത്മാക്കൾ, ശുദ്ധീകരണ സ്ഥലം പറഞ്ഞേ, ശുദ്ധീകരണ സ്ഥലം, പർഗട്രി. സുറിയാനി ഭാഷയിൽ അതിനെ വിളിക്കുന്നത് വെസ്പ്രിക്കാന എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയുടെ കവാടം എന്നാണ് അർത്ഥം. ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചൊക്കെ പലരും ചിന്തിച്ചിരിക്കുന്നത് അത് നാശത്തിൻ്റെ ഇടമാണ്. തെറ്റാണ്. അത് രക്ഷയുടെ കവാടമാണ്. ഒരു വ്യക്തിയെ ശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക്, വിജയസഭയിലേക്ക് ചേർക്കുന്ന ഇടമാണ് ശുദ്ധീകരണ സ്ഥലം. ഇതിനെക്കുറിച്ചൊക്കെ എവിടെ മനസ്സിലാക്കാൻ പറ്റുമെന്നൊരു ചോദ്യമുണ്ട്. ബൈബിളിലുണ്ടോ? ബൈബിളിൽ ചില പരാമർശങ്ങൾ ഉണ്ടെങ്കിലും കൂടുതലായി നമ്മൾ പഠിപ്പിക്കുന്നത് തിരുസഭയുടെ പാരമ്പര്യങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ വിശുദ്ധരുടെ ജീവചരിത്രം. നമ്മുടെയൊക്കെ നാട്ടിൽ ജീവിച്ച അനേക വിശുദ്ധരുടെ ജീവചരിത്രങ്ങളിൽ മദർ തെരേസയും അമ്മ ത്രേസ്യായും എബ്രാസ്യാമയും അൽഫോൻസാമയും ചാവറ പിതാവും ഒക്കെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ശുദ്ധീകരണ ആത്മാക്കളോട് അത്രമേൽ സ്നേഹമായിരുന്നു, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ ശക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ഭൂമി ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട വലിയൊരു കടപ്പാടാണ് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് നമ്മുടെ ഔദാര്യമല്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? എത്ര നാൾ പ്രാർത്ഥിക്കണം? വീട്ടിൽ നിന്ന് ആരെങ്കിലും മരിച്ചു, എത്ര നാൾ പ്രാർത്ഥിക്കണം ആ വ്യക്തിക്ക് വേണ്ടി? ചിലർ 41 ദിവസം പ്രാർത്ഥിക്കുന്നു, 31 ദിവസം പ്രാർത്ഥിക്കുന്നു, 1 വർഷം പ്രാർത്ഥിക്കുന്നു. പിന്നീട് എല്ലാ വർഷവും നവംബർ മാസം 2-ാം തീയതി സെമിത്തേരിയിൽ വന്ന് കല്ലറയുടെ മുമ്പിൽ പൂക്കൾ വെച്ച് പോയാൽ മതിയോ? പോരാ. ശ്രദ്ധിച്ചേ, എത്ര നാൾ പ്രാർത്ഥിക്കണമെന്നറിയോ? നമ്മുടെ ജീവിതകാലം മുഴുവൻ, നമ്മൾ മരിക്കുന്നത് വരെ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഈ കാര്യം. കാരണം അനേക കുടുംബങ്ങളിൽ അനേക തകർച്ചകൾക്ക് ചില കാരണങ്ങൾ കിടക്കുന്നത് ഇപ്രകാരം പൂർവികമായി കടന്നു വന്ന ചില വഴികളിലൂടെയാണ്. നമ്മൾ ഇപ്രകാരം പരിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അപ്രകാരമുള്ള തിന്മയുടെ കെട്ടുകളെ ബന്ധിച്ച് യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തിരുസഭ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയോട് ചേർന്ന് നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അതേത് പ്രാർത്ഥനയാണ്? പറഞ്ഞേ, ഏതാ പ്രാർത്ഥന? ഉച്ചത്തിൽ ചൊല്ലിക്കേ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. പ്രിയപ്പെട്ടവർ, ഈ പ്രാർത്ഥന വീട്ടിൽ നിന്ന് മരിച്ചുപോയവരുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താ മെച്ചം? രണ്ടുണ്ട് മെച്ചം. ഒന്നാമത്തെ ഗുണം എന്താണെന്നറിയാവോ? നമ്മുടെ പ്രാർത്ഥന വഴി ഇവര് സ്വർഗ സൗഭാഗ്യം പോകും. കാരണം മരിച്ചുപോയവർക്ക് സ്വയം പ്രാർത്ഥിച്ച് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എന്നാൽ നിന്റെയും എൻ്റെയും പ്രാർത്ഥന വഴി അവർക്ക് സ്വർഗ സൗഭാഗ്യം ലഭിക്കും. രണ്ടാമത്തെ ഗുണം എന്താണെന്നറിയാവോ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് കണ്ട് നമ്മുടെ മക്കള് നമ്മൾക്ക് വേണ്ടി മരിച്ചു കഴിയുമ്പം പ്രാർത്ഥിക്കും. ഇപ്പൊ തന്നെ മക്കള് പലരും കൂടെ ഇല്ല. മരിച്ചു കഴിയുമ്പം കൂടെ ഉണ്ടാവുമോ?
നമ്മൾ മരിക്കുമ്പോൾ ആ വാർത്തയറിഞ്ഞ് മക്കൾ വരുമോ? ഇപ്പൊ തന്നെ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് മക്കൾ അടുത്തിരുന്ന് കരയാനൊന്നും കിട്ടുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടതാ, ഒരു സ്ഥലത്ത്, കേരളത്തില് ഒരു സ്ഥലത്ത് ആ കുടുംബത്തിലെ അമ്മ മരിച്ചു. മക്കള് അമേരിക്കയിലാണ്. വിവരമറിഞ്ഞ് മക്കളൊക്കെ എത്തി. കുറേ ദിവസം ഈ അമ്മയുടെ മൃതദേഹം മോർച്ചറി വെച്ചു. കാരണം ഇവർ വന്ന് ഇവരുടെ സമയത്തിനനുസരിച്ചാണ് ശവസംസ്കാരം ക്രമീകരിച്ചത്. പക്ഷെ ഈ മക്കൾക്കൊക്കെ വലിയ ചൂടാണ്. അതുകൊണ്ട് ഈ ശവപ്പെട്ടിയുടെ അടുത്ത് വന്നിരുന്ന് കരയാനൊന്നും പറ്റുന്നില്ല. ചൂട്, അമേരിക്കയിൽ തണുപ്പാണത്രേ. അപ്പൊ അവരതുകൊണ്ട് അടുത്തുള്ള ഹോട്ടലിൽ തന്നെ താമസിച്ചു. എന്നിട്ട് 4-5 ബംഗാളികളെയാണ് അറേഞ്ച് ചെയ്തത്. 1 മണിക്കൂറിന് ഇത്ര രൂപ വെച്ച് ശവപ്പെട്ടിയുടെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്ന് കരയാൻ വേണ്ടിയിട്ട് ബംഗാളികൾ അറേഞ്ച് ചെയ്തു മക്കൾ. കാരണം നാട്ടുകാർ വരുമ്പോൾ കരയാൻ ആരെങ്കിലും വേണ്ടേന്ന്. ദേ അമ്മച്ചി ഇങ്ങോട്ട് നോക്കിക്കേ, അപ്പച്ചാ നോക്കിക്കേ, മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ അടുത്തിരുന്ന് ആര് കരയും നമുക്ക് വേണ്ടി? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ മരിച്ചാൽ ആര് നിങ്ങൾക്ക് വേണ്ടി കരയും? ആര് കരയും? മക്കൾ കരയുമെന്നോ? ഇപ്പൊ തന്നെ ആരും ഇല്ല കൂടെ. അല്ല, ഇത് നമ്മൾ ചിന്തിക്കണം. ഈ ലോക ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കണം, ഞാൻ മരിച്ചാൽ ആര് എനിക്ക് വേണ്ടി കരയും? ഒന്ന് ചോദിച്ച അടുത്തിരിക്കുന്ന ആളോട്, നീ മരിച്ചാൽ ആര് നിനക്ക് വേണ്ടി കരയും? ചോദിച്ചേ. നീ മരിക്കുമല്ലോ, നീ മരിച്ചാൽ ആര് നിനക്ക് വേണ്ടി കരയും? ആര് കരയും പ്രിയപ്പെട്ടവരെ? നിങ്ങൾ മരിച്ചാൽ ആര് നിങ്ങൾക്ക് വേണ്ടി കരയും? ആര് കരയും? വീട്ടുകാരോ? വീട്ടുകാർ കരയുമെന്നാണോ പറയുന്നേ? കൂട്ടുകാർ കരയുവോ? നാട്ടുകാർ കരയുവോ? ആര് കരയും? നമുക്ക് വേണ്ടിയിട്ട് അല്പസമയം കള്ളക്കണ്ണീര് പൊഴിക്കുന്നതല്ല ഞാൻ പറഞ്ഞ. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ, ആ ശവപ്പെട്ടിയുടെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് ആര് കരയും? അങ്ങനെ കരയണമെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ നീ ഏതെങ്കിലും ഒരു നന്മ പ്രവൃത്തി ചെയ്തതിൻ്റെ ഓർമ്മയുണ്ടെങ്കിൽ ആരെങ്കിലും കരയും. റോബിൻ ശർമ്മ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സുന്ദരമായ ഒരു പുസ്തകമാണ് ഞാൻ മരിച്ചാൽ ആര് എനിക്ക് വേണ്ടി കരയും. നല്ലൊരു പുസ്തകമാണ്. റോബിൻ ശർമ്മയുടെ അപ്പൻ ഈ റോബിനോട് പറഞ്ഞു കൊടുത്തു, റോബിൻ, നീ ഒരു കാര്യം ഓർക്കണം. ഈ ഭൂമിയിൽ നീ ജനിച്ചപ്പോൾ എങ്ങനെ ജനിച്ചെന്നറിയാവോ? നീ ജനിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് ജനിച്ചു. ബാക്കിയുള്ള എല്ലാവരും ചിരിച്ചു, കാരണം നിന്റെ ജനനം ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. എന്നാൽ നീ മരിക്കുമ്പോൾ നീ ചിരിച്ചുകൊണ്ട് മരിക്കണം. നിന്റെ മരണമറിഞ്ഞ് ബാക്കിയുള്ളവർ കരയണം. നിങ്ങൾ മരിച്ചാൽ ആര് നിങ്ങൾക്ക് വേണ്ടി കരയും? അതോ നിങ്ങൾ മരിക്കുമ്പോൾ വീട്ടുകാർ മാറി എന്ന് പറയോ, ഓ ശല്യം പോയി, അങ്ങനെയാണോ പറയാൻ പോകുന്നേ? ചിലരുടെ മരണങ്ങളൊക്കെ കണ്ട് കേട്ട് കഴിയുമ്പോൾ ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ഛാ അയാൾ മരിച്ചത് നന്നായി, ജീവിച്ചിരുന്ന കാലത്തിൽ അത്രമേൽ ശല്യമായിരുന്നു അച്ഛാ, അത്രമേൽ ഭാരമായിരുന്നു, അയാൾ വരുത്തി വെച്ച പ്രശ്നങ്ങൾ എത്രയോ വലുതാണ്, മരിച്ചത് നന്നായി. നീ മരിക്കുമ്പോൾ നിന്നെക്കുറിച്ച് നിന്റെ വീട്ടുകാരും നാട്ടുകാരും എന്തു പറയും? മരിച്ചത് നന്നായെന്നാണോ, അതോ നമ്മുടെ മരണമറിഞ്ഞ് മറ്റുള്ളവർ നമ്മുടെ മുമ്പിൽ കരയുമോ? സ്വയം ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കടമയുണ്ടെന്ന് തിരുസഭ ഓർമ്മപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഭൂമിയിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അടുത്ത തലമുറ നിങ്ങളുടെ പ്രാർത്ഥന കണ്ട് നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അപ്പം അതുകൊണ്ട് ഇതൊരു വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. മരിച്ചുപോയവർക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന. നമ്മൾ അർപ്പിക്കുന്ന ഏത് പരിശുദ്ധ കുർബാനയാണെങ്കിലും ആ പരിശുദ്ധ കുർബാനയിൽ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണം. തിരുസഭാ മാതാവ് വീണ്ടും നമ്മൾ ഓർമ്മപ്പെടുത്തും, ജപമാല ചൊല്ലുമല്ലോ. നമ്മൾ ജപമാല ചൊല്ലി 10 നന്മ നിറഞ്ഞ മറിയം കഴിയുമ്പോൾ എന്ത് പ്രാർത്ഥനയെ ചൊല്ലുന്നത്? 10 നന്മ നിറഞ്ഞ മറിയം കഴിഞ്ഞിട്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അത് കഴിഞ്ഞിട്ട് എന്താ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിച്ചേ, ഓ എൻ്റെ ഈശോയെ, ഓ എൻ്റെ ഈശോയെ, പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അതിൽ ചേർത്ത് വച്ചിരിക്കുന്നത്. നമ്മുടെ വലിയൊരു കടമയാണ് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
ഇത് നമ്മുടെ ഔദാര്യമല്ല, ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, കടമയാണ്. ചിലർ ചിന്തിക്കും അതൊരു കടമയാണ്, അതൊരു എൻ്റെ ഔദാര്യമാണ്. അല്ല, നിന്റെ അപ്പന് വേണ്ടി നിന്റെ അമ്മയ്ക്ക് വേണ്ടി മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നിന്റെ കടമയാണ്. ഉദാഹരണത്തിന് എൻ്റെ അപ്പൻ മരിച്ചപ്പോൾ 10 ലക്ഷം രൂപ ബാങ്കിൽ കിടപ്പുണ്ട്. അപ്പൻ മരിച്ചു കഴിഞ്ഞാൽ ആ പണം ആർക്കുള്ളതാണ്? അതെനിക്കുള്ളതാണ്. എന്ന പോലെ തന്നെ അപ്പൻ മരിക്കുമ്പോൾ 10 ലക്ഷം രൂപ കടം വരുത്തി വെച്ചിട്ടാണ് മരിക്കുന്നതെങ്കിൽ ആ കടം വീട്ടി തീർക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ വീടും മണ്ണും ആ പരിസര പ്രദേശങ്ങളും അത് നിങ്ങളുടെ പൂർവ്വപിതാക്കൾ വഴി സമ്പാദിച്ച മണ്ണാണ്. ആ മണ്ണിൽ നിങ്ങൾ ഇന്ന് ജീവിക്കുമ്പോൾ ആ മണ്ണിൽ സംഭവിച്ചിട്ടുള്ള പാപങ്ങൾക്കും കടങ്ങൾക്കും പൊറുതി പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട കടമ നമുക്കെല്ലാവർക്കും ഉണ്ട്. അല്ലാതെ അത് ആസ്വദിച്ചാൽ മാത്രം പോരാ. ആ മണ്ണിലുള്ള കണ്ണുനീരിന്റെ മുമ്പിൽ, ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കടമ നമുക്കെല്ലാവർക്കും ഉണ്ട്. എൻ്റെ പ്രിയരെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നേ നമ്മൾ അല്പസമയം ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ പോവാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊക്കെ മൺമറഞ്ഞു പോയവരുടെ പേരുകൾ എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അങ്ങനെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ആ ബക്കറ്റിൽ പേരുകൾ ഇടുക. നമ്മൾ തുടർന്ന് ആ പേരുകൾ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ആരെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ട് വന്നതുണ്ടെങ്കിൽ അവിടെ ബക്കറ്റുണ്ട്, ആ ബക്കറ്റിൽ നിക്ഷേപിക്കുക. നമ്മൾ തുടർന്ന് ആ പേരുകൾ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പുറത്തും ദൂരങ്ങളിലൊക്കെ മാറി നിൽക്കുന്നവരുണ്ടെങ്കിൽ പേരുകൾ ദയവ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്താണ് നമ്മുടെ പ്രാർത്ഥന ഉയരാൻ പോകുന്നത്. പേരുകൾ എഴുതിയവരും അതോടൊപ്പം തന്നെ പേരുകൾ എഴുതാൻ മറന്നുപോയവരൊക്കെ ഉണ്ട്. വിഷമിക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് എല്ലാവരും ഈ സമയത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ ചില അനർത്ഥങ്ങളും ചില ഭാരങ്ങളും നമ്മൾ അനുഭവിക്കുന്നു. ഒരു പക്ഷേ ഇന്ന് നമ്മൾ ജീവിക്കുന്ന വീടും മണ്ണും പരിസര പ്രദേശങ്ങളും കൃഷിയിടങ്ങളൊക്കെ നമ്മുടെ പൂർവ്വപിതാക്കൾ വഴി സമ്പാദിച്ചതാവും. ആ സമ്പാദ്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകളും പാപങ്ങളും കടങ്ങളും ഉണ്ടെങ്കിൽ ഇന്ന് ആ മണ്ണിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആ വീടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തിയാണ് നീ. ഈ പരിശുദ്ധ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓ ദൈവമേ, ഈ പരിശുദ്ധ അൾത്താരയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെയാണ് ചേർത്ത് വയ്ക്കുന്നത്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കോ. കണ്ണുകളടച്ച്, എൻ്റെ ദൈവമേ, ഈ പരിശുദ്ധ അൾത്താരയിലേക്ക് എൻ്റെ നിയോഗങ്ങൾ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ഓരോ വ്യക്തിയും ചെയ്ത എല്ലാ പാപങ്ങളും കടങ്ങളും കർത്താവെ പൊറുക്കണമേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വ്യക്തിയുടെ മേലും കുടുംബത്തിൻ്റെ മേലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്ന സമയം കരങ്ങൾ ഉയർത്തി ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. ഓ ദൈവമേ, എല്ലാ പാപങ്ങളും കടങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലുള്ള എല്ലാ തിന്മയുടെ നാരക ശക്തികളെയും യേശുവേ അങ്ങ് കുരിശിൽ ചൊരിഞ്ഞ തിരുരക്തത്താൽ, തിരുകുരിശിനാൽ, യേശുവിന്റെ നാമത്താൽ വിശുദ്ധീകരിക്കുന്നു. കൈകൾ ഉയർത്തി എല്ലാവരും യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, കൈക്കൊള്ളണമേ കർത്താവേ, കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ആസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിൽ അടിക്കടി മരണം, അടിക്കടി അപകടം, സാമ്പത്തിക ഞെരുക്കങ്ങൾ, ചില ദുരിതങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൻ്റെ മേലുള്ള സകല തിന്മകളും ശാപങ്ങളും രോഗങ്ങളും പീഡകളും യേശുവേ ഈ പരിശുദ്ധ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാലാകാലങ്ങളായി ഞങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന എല്ലാ ഞെരുക്കങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില കുടുംബങ്ങളിൽ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടും ഭാരവും, എത്ര അധ്വാനിച്ചിട്ടും വേണ്ടത്ര ഒരു സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയില്ലാത്ത അവസ്ഥ, എപ്പോഴും ആശുപത്രി കയറി ഇറങ്ങുന്ന അവസ്ഥ,
കുടുംബത്തിൽ ഒന്നും മിച്ചമില്ലാത്ത അവസ്ഥ, അനാവശ്യമായിട്ട് സമ്പത്ത് ചെലവഴിക്കപ്പെടുന്ന അവസ്ഥ നിന്റെ കുടുംബത്തിൽ അപ്രകാരമുണ്ടോ? സാമ്പത്തികമായിട്ട് നിന്നെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? നിന്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്? അധ്വാനത്തിനനുസരിച്ചുള്ള ഫലം കിട്ടുന്നുണ്ടോ? ദൈവമേ, ഈ പരിശുദ്ധ അൽത്താരയിൽ ഞങ്ങളുടെ കുടുംബത്തിലെ സമ്പത്തിനെ സമർപ്പിച്ച്, തടസ്സങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ രണ്ട് സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് സ്വരമുയർത്തി, യേശുവേ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, കൈക്കൊള്ളണമേ. ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും എന്റെ ബലിയാണ് നാഥ, ബലിയൻ നാഥ. തിരുസന്നിധിയിൽ രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിൽ സ്വത്ത് ഭാഗം വെപ്പിനെ തുടർന്ന് വഴക്കും അസ്വസ്ഥതയുമുണ്ടോ? സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കാതെയും കലഹത്തിലും കഴിയുന്നുണ്ടോ? ഇപ്പോഴും ഏതെങ്കിലും കോടതി കേസ് നിന്റെ കുടുംബത്തിൽ കിടക്കുന്നുണ്ടോ? ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചില ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ടോ നിന്റെ കുടുംബത്തിൽ? നിന്റെ തലമുറകൾ വഴി വന്നിട്ടുള്ള സകല പാപങ്ങൾക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബത്തിൽ സകല തടസ്സങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യം വെളിപ്പെടട്ടെ. വിവാഹ തടസ്സം അനുഭവപ്പെടുന്നുണ്ടോ? കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖം നിന്റെ കുടുംബത്തിലുണ്ടോ? ജോലി ലഭിക്കാത്തതിൻ്റെ തടസ്സമുണ്ടോ? ഒരുപക്ഷെ എത്രയൊക്കെ പഠിച്ചിട്ടും ഒരു നല്ല ജോലി കിട്ടുന്നില്ല, എത്രയൊക്കെ പഠിച്ചിട്ടും ഒരു പരീക്ഷ പാസ്സാകാൻ പറ്റുന്നില്ല. എല്ലാ കാര്യങ്ങളും ശരിയായിട്ടും വിസ കാര്യങ്ങൾ തടസ്സപ്പെടുന്നു. വിദേശത്തേക്കുള്ള യാത്ര തടസ്സം, ഒരു ഇന്റർവ്യൂ പാസ്സാകാൻ പറ്റുന്നില്ല, ഒരു നല്ല സ്ഥലത്തൊരു ജോലി കിട്ടുന്നില്ല. എവിടെ ചെന്നു കഴിഞ്ഞാൽ അധോഗതിയുടെ അവസ്ഥ, ഒരു കാര്യവും പച്ചപിടിക്കാത്ത അവസ്ഥ, മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുന്ന അവസ്ഥ, അപമാനിക്കപ്പെടുന്ന അവസ്ഥ. നിന്റെ കുടുംബത്തിൽ അപ്രകാരം ഏതെങ്കിലും പീഡകളിലൂടെയാണോ സഹോദര സഹോദരി കടന്നു പോകുന്നത്? രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. നീ ജീവിക്കുന്ന നിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിൽ പാപകരമായ അനുഭവങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ യേശുവേ, കുരിശിനാൽ ആ മേഖലകൾ വിശുദ്ധീകരിക്കപ്പെടാൻ ഞങ്ങളിതാ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് നിന്റെ വീട് മനസ്സിൽ കാണണം, നിന്റെ വീടിരിക്കുന്ന സ്ഥലം മനസ്സിൽ കാണണം, നിന്റെ വീട്ടിലേക്കുള്ള വഴി മനസ്സിൽ കാണണം, നിന്റെ കൃഷിയിടങ്ങൾ മനസ്സിൽ കാണണം, നിന്റെ വീട്ടിലെ ഓരോ മുറികളും മനസ്സിൽ കാണണം. യേശുവേ, 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 എന്റെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, കൈക്കൊള്ളണമേ. ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും എന്റെ ബലിയാണ് നാഥ, ബലിയൻ നാഥ. തിരുസന്നിധിയിൽ രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. നമ്മുടെ കുടുംബത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ രോഗങ്ങളെയും പീഡകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചില പാരമ്പര്യ രോഗങ്ങൾ ചില കുടുംബങ്ങളിൽ തലമുറകളായിട്ട് കടന്നു വരുന്നു. പാരമ്പര്യ രോഗങ്ങൾ, അത് ക്യാൻസർ രോഗമാവാം, ചില തരത്തിലുള്ള അലർജി രോഗപീഠകൾ തലമുറയായിട്ട് കടന്നു വരുന്നു. നിന്റെ കുടുംബത്തിൽ അപ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള രോഗപീഠകളുണ്ടോ? ഉണ്ടെങ്കിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, എൻ്റെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മാനസിക പീഡകളിൽ അസ്വസ്ഥമായിട്ട് കഴിയുന്നുണ്ടോ? തലമുറകളിലേക്ക് അപ്രകാരമുള്ള മാനസിക ദുഃഖങ്ങൾ കടന്നു വരുന്നുണ്ടോ? സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബത്തിൽ കിടപ്പ് രോഗികളുണ്ടോ? മാനസിക ഭാരത്താൽ കുടുംബത്തിൽ തന്നെ വാതിലടച്ചിരിക്കുന്നവരുണ്ടോ? സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ഈ പരിശുദ്ധ അൽത്താരയിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ദൈവിക കാര്യങ്ങൾക്കെതിരെ മല്ലിടുന്ന ആരെങ്കിലും ഉണ്ടോ? പള്ളിക്കെതിരെ നിൽക്കുക, വൈദികർക്കെതിരെ, സിസ്റ്റേഴ്സിനെതിരെ, തിരുസഭയ്ക്കെതിരെ ഇല്ലാക്കഥകൾ പറയുക, വിഷമിപ്പിക്കുക, അപമാനിക്കുക, നാടുകൾ അസ്വസ്ഥപ്പെടുത്തുക, ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുക, അങ്ങനെ തിരുസഭയ്ക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുന്നവരുണ്ടാവും. കർത്താവെ, അവരെല്ലാവരെയും ഈ അൽത്താരയിൽ സമർപ്പിക്കുന്നു.
രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് യേശുവേന്ന് വിളിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് എല്ലാ ദൈവജനവും വിളിക്കട്ടെ. പോരാ, നാവ് തുറന്ന് വിളിക്കട്ടെ, എന്റെ ഈശോയെന്ന് വിളിക്കട്ടെ. നാവിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. കർത്താവേ, കൈക്കൊള്ളണമേ, കർത്താവേ കൈക്കൊള്ളണമേ. ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയാണ് നാഥ, ബലിയൻ നാഥ. തിരുസന്നിധിയിൽ കൈകൾ കൈകൾ കൂപ്പി